3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിനിപ്പോൾ വഴിയൊരുങ്ങുകയാണ്. അമേരിക്ക അവതരിപ്പിച്ച 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സമാധാനം നിലനിർത്തണമെന്ന ആവശ്യവും പുടിൻ ഉന്നയിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അമേരിക്ക യുക്രൈൻ ഉദ്യോഗസ്ഥതല ചർച്ചയിൽ 30 ദിവസത്തെ വെടിനിർത്തൽ യുക്രൈൻ അംഗീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. എന്നാൽ ഈ വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണമെന്നും ഈ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കണമെന്നും ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ക്രെംലിൻ മാധ്യമപ്രവർത്തകരോട് പുടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കൂടുതൽ ചർച്ചകളുടെ ആവശ്യകത പുടിൻ ഊന്നി പറയുകയും ചെയ്തു. അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്താമെന്നും ഒരുപക്ഷെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം നടത്താമെന്നും പുടിൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയുണ്ടായി. അമേരിക്കൻ പിന്തുണയുള്ള വെടിനിർത്തൽ യുക്രൈൻ അംഗീകരിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസ് വേഷത്തിലുള്ളത് അമേരിക്ക എന്ന വൻ ശക്തിയാണ്. മാത്രമല്ല ലോകത്തിന്റെ പോളിസികൾ നിർണ്ണയിക്കുന്നത് ഈ വൻ ശക്തി തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ ലോകത്തെ സഹായിക്കുന്നതും ഇല്ലാതാക്കുന്നതും അമേരിക്കയാണെന്ന് പറയാം. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ശരിക്കും അമേരിക്കക്കാർക്ക് പോലും വെല്ലുവിളികളാണ് ഉയരുന്നത്. അധികാരത്തിലേറിയതിനെ തുടർന്ന് ട്രംപ് നടത്തുന്ന ഓരോ പ്രവർത്തികൾക്കും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. ട്രംപിന്റെ ഓരോ പ്രവർത്തികൾക്കും പിന്തുണയുമായി ലോകത്തിലെ ശതകോടീശ്വരനായ എലോൺ മസ്കും കൂട്ടിനുണ്ട്. അമേരിക്കയുടെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ട്രംപ് തന്റെ ഓരോ നടപടിയും നടപ്പിലാക്കുന്നതെന്നും പറയാം. യഥാർത്ഥത്തിൽ ട്രംപിന്റെ എടുത്തുചാട്ടം അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ട്രംപിന്റെ പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിന് ഭീഷണിയും അതുപോലെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് നൽകുന്നത്. ഓരോ രാജ്യങ്ങൾക്കും ട്രംപ് തിരിച്ചടി കൊടുക്കുമ്പോൾ രാജ്യങ്ങൾ ഓരോന്നായി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഓരോ പ്രവർത്തനങ്ങളും. അധികാരത്തിലേറിയതോടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. അതിനുള്ള കാര്യമായ ശ്രമങ്ങളും ട്രംപ് നടത്തി വരികയായിരുന്നു. പക്ഷേ യുക്രൈനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് റഷ്യയുമായി മാത്രം ചർച്ച നടത്തുന്ന നടപടിയാണ് ട്രംപ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ട്രംപിന്റെ ഈ നടപടിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. കൂടാതെ യുക്രൈനെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ $500 ബില്യൺ അമേരിക്കൻ ഡോളർ ആവശ്യപ്പെട്ടുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി ട്രംപ് ആക്ഷേപിച്ചിരുന്നു. ഇത് ശരിക്കും വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. പുടിനും ട്രംപുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന അമേരിക്കൻ യൂറോപ്യൻ ബന്ധം മറന്നുകൊണ്ട് യുക്രൈനെയും നാറ്റോനെയും ഒക്കെ ചതിക്കുകയായിരുന്നു ട്രംപ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യ കൈക്കൊണ്ട നിലപാടിൽ ട്രംപിന് വലിയ തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് സമാധാന കരാറിൽ ഒപ്പിട്ട യുക്രൈനുമായി ഒരു കരാറിനും ഇല്ലെന്ന തരത്തിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിൻ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നിലെ കാരണമായി പുടിൻ പ്രധാനമായിട്ടും പറയുന്നത് അമേരിക്ക യുക്രൈനിൽ നിന്ന് പിൻവാങ്ങിയത് കൊണ്ട് യുക്രൈന് ആയുധങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത സാഹചര്യത്തിൽ റഷ്യ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ടെന്നാണ്. യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും റഷ്യ ഇപ്പോൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു. അതിനാൽ മുന്നോട്ട് യുദ്ധം പോവുകയാണെങ്കിൽ യുക്രൈനെ മുഴുവനായി റഷ്യക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമായിരുന്നു പുടിനുണ്ടായിരുന്നത്. വെടിനിർത്തൽ നടപ്പിലാക്കാതെ പോയാൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാമെന്നാണ് പുടിന്റെ പ്രതീക്ഷയും. റഷ്യയുടെ പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ്. റഷ്യ കൈക്കൊണ്ട ഈ നിലപാട് തിരിച്ചടിയായിരിക്കുന്നത് ട്രംപിനായിരുന്നു. 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ റഷ്യ അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ റഷ്യയ്ക്ക് വൻ തിരിച്ചടി തരുമെന്നുമുള്ള ഭീഷണിയും ട്രംപ് ഉയർത്തുകയുണ്ടായി. റഷ്യയ്ക്കൊപ്പം നിന്നതുകൊണ്ട് ഒരിക്കലും തോന്നിയതുപോലെ നിലപാടുകൾ കൈക്കൊള്ളാൻ കഴിയില്ല എന്നും ട്രംപ് പറയുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ റഷ്യയ്ക്ക് വൻ തിരിച്ചടിയായിരിക്കും നൽകുക എന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിരുന്നത്. ഇത്രയും കാലം സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇനി പുടിന് നേരെ ഭീഷണി ഉയർത്തേണ്ട സാഹചര്യം വരെ വന്നിരുന്നു. അമേരിക്കയുടെ സമാധാന കരാർ അംഗീകരിക്കണം, അത് ഒരിക്കലും റഷ്യക്കെതിരല്ല, മറിച്ച് അനുകൂലമാണെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതിനാൽ ഇവ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈനൊപ്പം നിന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക ഒരുങ്ങുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. ട്രംപിന്റെ ഈ ഭീഷണി തുടർന്നാണ് പുടിൻ തന്റെ നിലപാട് മാറ്റിയെന്നതിൽ ഒരു വ്യക്തതയുമില്ല. നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇനി അവസാനമായോ എന്ന് കാത്തിരുന്ന് കാണാം.